ഡോക്ടർ, നമുക്കിത് എങ്ങനെയാണ് പല്ല് വേദനയും ജോ പെയിനും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? വി ഓൾവേസ് ഹാവ് എ ഹിസ്റ്ററി ഓഫ് ക്ലിക്കിംഗ് സൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും. ഇതൊരു ഗ്രാജുവൽ ഓൺസെറ്റ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിഗറസ് ആയിട്ട് മൗത്ത് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ വേദന വരുന്നത്. ആ വേദന പയ്യെ അതിന്റെ ഫ്രീക്വൻസി കൂടി അതിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും. പല്ലുവേദന നമുക്കറിയാമല്ലോ. പല്ലുവേദന എന്ന് പറയുന്നത് അത്രയും ത്രോബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും, അത്രയും ഷാർപ്പ് ആയിരിക്കും, സഡൻ ഇൻ ഓൺസെറ്റ് ഒക്കെ ആയിരിക്കും. കഴിക്കുന്ന സമയത്തൊക്കെ ആ പല്ലിൽ വെച്ച് കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കൂടുന്നത്, പല്ലുവേദനയൊക്കെയാണ് എങ്കിൽ. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല്ലിൽ വിസിബിൾ ആയിട്ട് പോടുണ്ടായിരിക്കും, ഭക്ഷണം കയറിയിരിക്കുന്ന സിനാരിയോ, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് പല്ലുവേദനയിൽ കാണാൻ പറ്റും. പല്ലുവേദന രാത്രിയൊക്കെ ആയിരിക്കും കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള സിനാരിയോ. ഇത് ഒരൊറ്റ ദിവസം കൊണ്ടിട്ടല്ല, ഒരു മാസം കൊണ്ടിട്ടല്ല, 6 മാസമൊക്കെ നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് വന്ന് പിന്നെ നമ്മുടെ ജോയിന്റിൽ പിടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ നല്ല വേദനയായിരിക്കും. അത് പയ്യെ റെഫേർഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനാരിയോ ആണ് നമ്മുടെ ഈ ജോയിന്റ് പെയിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ അൺഐഡന്റിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തലവേദനയോ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് വേദനയുണ്ട്, നിങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ നോക്കി, നിങ്ങൾ സ്കാനൊക്കെ എടുത്തു, MRI സ്കാനൊക്കെ എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് കുഡ് ബി എ കൾപ്രിറ്റ്. നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ അതൊരു ജോയിന്റ് പെയിൻ ആയിരിക്കാം. അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് MRIയിലൊക്കെ എല്ലാം നോർമലാണ്, പക്ഷെ ആ ഒരു ഹെഡേക്ക് കാണുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ഈ കഴുത്ത് വേദനയൊക്കെ കാണുന്നത് ഇങ്ങനെയുള്ളൊരു സിനാരിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് എങ്കിൽ സ്പെഷ്യലിസ്റ്റ്, ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കണ്ട് ഗെറ്റ് ഇറ്റ് കൺസൾട്ടഡ്.